രക്തം വാർന്നാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഗൂഢാലോചന തെളിയിക്കാനായിട്ടില്ല. ഗീതാനന്ദനെ വെറുതെ വിട്ടിരിക്കുന്നു. ആദിവാസി സമര നേതാവായിട്ടുള്ള ഗീതാനന്ദനെ വെറുതെ വിട്ടു എന്നതാണ് വിചാരണ കോടതി വിധി വരുന്നത്. രണ്ടാം പ്രതി കുറ്റക്കാരനാണ് എന്ന് കൂടി കോടതി വിധിക്കുകയാണ്. സായ്കുമാർ, ഗീതാനന്ദനെ വെറുതെ വിട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്ത രാഷ്ട്രീയ കോളിളക്കമുണ്ടായ കേസിൽ ഇതാ 23 വർഷത്തിന് ശേഷം വിധി പ്രസ്താവം വരുമ്പോൾ എം ഗീതാനന്ദനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്, വിശദാംശങ്ങൾ എന്താണ് സായ്കുമാർ? വിനീത, ഏറ്റവും നിർണായകമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗീതാനന്ദനെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷെ രണ്ടാം പ്രതി കുറ്റക്കാരനാണ് എന്ന ഒരു വിവരം കൂടിയുണ്ട്. വിനോദിന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല, രക്തം വാർന്നു മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അതിൽ കുറ്റം ചെയ്തത് ഒരാൾ മാത്രമാണ്. ആ പ്രതി ഇപ്പോൾ ജീവനോടെയും ഇല്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അതിൽ ഗീതാനന്ദനെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറയുന്നത്. പക്ഷേ നേരത്തെ അദ്ദേഹത്തിനെതിരെ വധശ്രമ കുറ്റം നിലനിൽക്കും എന്ന് വിചാരണ കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 23 മുതൽ 57 വരെ പ്രതികൾ നേരത്തെ നിരപരാധികളാണ്. അത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുകൂടി കോടതി നേരത്തെ പറഞ്ഞിരുന്നു. 23 വർഷം നീണ്ട അന്വേഷണത്തിൽ ഒടുവിലാണ് ഇപ്പോൾ വിധി വരുന്നത്. പ്രതികളെ എല്ലാവരെയും ഒരുമിച്ച് കോടതിയിൽ എത്തിക്കുന്നതിൽ താമസമുണ്ടായി. 15 പ്രതികൾ മരിച്ച വിവരം കൃത്യമായി കോടതി അറിയിച്ചില്ല. അതിൽ 23 മുതൽ 57 വരെ പ്രതികളാണ് ഇപ്പോൾ നിരപരാധികൾ എന്ന ഒരു തീർപ്പിലേക്ക് കോടതി എത്തുന്നത്. അന്യായമായി സംഘം ചേർന്നു എന്നതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല. ഇത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കൂടിയാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഗീതാനന്ദനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയ വകുപ്പടക്കം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഈ കേസിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ മാത്രമാണ് കുറ്റം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ജീവനോടെയും ഇല്ല എന്ന തീർപ്പിലേക്ക് കോടതി എത്തുകയാണ്. അതിനിർണായകമായ ഒരു തീർപ്പിലേക്ക് കോടതി എത്തുകയാണ്. 35 പ്രതികൾ ഈ കേസിൽ ഇപ്പോൾ നിരപരാധികളാണ്. 22 പ്രതികളായിരിക്കും അങ്ങനെയാണെങ്കിൽ കുറ്റക്കാരായി ഉണ്ടാവുക. വിനീത, ശരി, ഗീതാനന്ദനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. കോടതി വിധിയായി വരുന്നത് കേസിലെ 35 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ എം ഗീതാനന്ദനുമുണ്ട്. 23 മുതൽ 57 വരെ പ്രതികളെ വെറുതെ വിടുന്നു. ഏറ്റവും നിർണായകമായ വാർത്ത വരുന്നു. വിചാരണ കോടതിയുടെ വിധി പ്രസ്താവം വരികയാണ്. 23 വർഷത്തിന് ശേഷം 2001 ഓഗസ്റ്റ് 29-നാണ് ആദിവാസി ഗോത്ര മഹാസഭ കുടിൽക്കെട്ടി പ്രതിഷേധം തുടങ്ങുന്നത്. അതിന് പിന്നാലെ കരാർ ഒപ്പിടുന്നൊക്കെയുണ്ട്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സമരക്കാർ ബന്ദികളാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ പോലീസ് നടപടി ഉണ്ടാകുന്നത്. 2003 ഫെബ്രുവരി 19-ന്, ഇത്രയധികം വർഷങ്ങൾക്ക് മുൻപാണ് പോലീസ് വെടിവെപ്പിൽ ആദിവാസി യുവാവ് ജോഗിയും തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദ് കുമാറും മരിക്കുന്നത്. അതിലാണിപ്പോൾ വിധി പ്രസ്താവം വരുന്നത്. പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിലാണ് 23 മുതൽ 57 വരെയുള്ള പ്രതികളെ വെറുതെ വിടുന്നത്. 35 പ്രതികൾ നിരപരാധികളാണെന്ന് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുകയാണ്. ഗീതാനന്ദൻ ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ചപ്പോഴും അനുകൂല വിധി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവച്ചത്. 3, 5, 11 പ്രതികൾ വിവിധ വകുപ്പുകളിൽ കുറ്റക്കാരാണ് എന്നതുകൂടി കോടതി വിധിക്കുകയാണ്. കുറ്റം ചെയ്തത് ഒരാൾ മാത്രമാണ്. ഈ പ്രതി ജീവനോടെ ഇല്ല എന്നതാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഗൂഢാലോചന തെളിയിക്കാനായിട്ടില്ല. വിനോദ് രക്തം വാർന്നു മരിച്ചു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന കോടതി വിധി പ്രസ്താവത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. ആദിവാസി നേതാവ് എം ഗീതാനന്ദനെതിരെ വധശ്രമ കുറ്റം നിലനിൽക്കുമെന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. 35 പേരെ വെറുതെ വിട്ടതിൽ എം ഗീതാനന്ദനുമുണ്ട്. മുത്തങ്ങയിലെ പ്രമാദമായ സമരമുണ്ടാവുകയും അതിന് പിന്നാലെ വലിയ രീതിയിൽ പോലീസ് നടപടി ഉണ്ടാവുകയും ചെയ്തതാണ്. ഈ കേസിലാണ് ഇപ്പോൾ 23 വർഷത്തിന് ശേഷം പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ വിധി വരികയാണ്.